നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. ഗ്യാസ് കട്ടിംഗ് നടത്തവെയാണ് തീപിടിച്ചത്. ദുരന്ത നിവാരണ പ്രവർത്തനം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ. മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് മാറ്റുന്നത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു. വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റുകളും ഗൃഹോപകരണങ്ങളും മോഷ്ടിച്ചു. 4 യുവാക്കൾ പിടിയിൽ. വെളിനല്ലൂർ കരിങ്ങന്നൂർ സ്വദേശികളാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ശക്തികുളങ്ങരയിലടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഗ്യാസ് കട്ടിംഗ് നടത്തവെയാണ് തീപിടിച്ചത്. കടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു സംഭവം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 9 കണ്ടെയ്നറുകളായിരുന്നു ശക്തികുളങ്ങര തീരത്തടിഞ്ഞത്. കണ്ടെയ്നറുകൾ മുറിച്ച് കഷ്ണങ്ങളാക്കി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. ഇതിനായി ഓരോ കണ്ടെയ്നറുകളായി മുറിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടുകൂടി ആണ് ഈ തീപിടുത്ത വിവരം ചവറ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ അറിയുന്നത്. ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ വിഭാഗമായ സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് അറിയിക്കുന്നത്. അപ്പോൾ തന്നെ അവിടുന്ന് 2 യൂണിറ്റ് ഇവിടത്തേക്ക് പോരുന്നു. അതുപോലെ തന്നെ കൊല്ലം ചാമക്കട നിലയങ്ങളിൽ നിന്നൊക്കെ യൂണിറ്റുകളുണ്ടായിരുന്നു. എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് അവരുടെ നേതൃത്വത്തിൽ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് കൺട്രോൾ ആക്കിയിരുന്നു. പിന്നെ ശക്തമായ കാറ്റിനെ തുടർന്ന് കുറച്ച് ആളിപ്പടർന്നു. പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. ഗ്യാസ് കട്ടിംഗ് നടത്തുന്നതിനിടെ ഫ്രീസർ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറിന്റെ തെർമോകോൾ കവചത്തിനാണ് തീപിടിച്ചത്. തീ ആളിക്കത്തിയതോടെ വലിയ തോതിൽ പുക ഉയർന്നത് ജനങ്ങളിൽ പരിഭ്രാന്തിക്ക് കാരണമായി. ഇന്ന് ഒരു 12 മണിക്ക് ശേഷമായിരുന്നു കണ്ടെയ്നർ കട്ട് ചെയ്താണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ട്രെയിലർ നമ്മളുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ട്രെയിലറിലേക്ക് കയറ്റുവാണ്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, 3 ബ്ലോക്കുള്ള കണ്ടെയ്നറായിട്ടാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ തീർച്ചയായും 3 കൂടി ഒന്നിച്ച് എടുത്തൊരു ട്രെയിലറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബ്ലോക്കുകളാക്കിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായും അതിന് കട്ടറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ കണ്ടെയ്നറുകളിലെല്ലാം ഫോം വെച്ചിട്ടാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫോം നമ്മൾ ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞ സമയത്തും എല്ലാം ഫോം ഒരുപാട് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോമിൽ കട്ട് ചെയ്ത സമയത്ത് ഫോമിൽ തീ പിടിക്കുകയായിരുന്നു. അപ്പോൾ അത് ശക്തമായ കാറ്റാണ്, തീരദേശ ഭാഗമാണ് അറിയാമല്ലോ. അപ്പോൾ ശക്തമായ കാറ്റുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫോമിലേക്ക് ഈ തീ കയറി ആളി പടരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിലൊക്കെ അറിയിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് വരികയും തീ അണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള പുക രൂപാന്തരപ്പെടുകയുണ്ടായി. അപ്പോൾ അത് തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ട് അതൊരു ആശങ്കയ്ക്ക് കാരണമായി. സ്ഥലത്തുണ്ടായിരുന്ന അഗ്നിരക്ഷാസേന യൂണിറ്റാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ അറിയിച്ചു.
ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണം. നിലവിൽ അവധിയിലുള്ളവർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ഉദ്യോഗസ്ഥർ ഔദ്യോഗിക മൊബൈൽ ഫോൺ മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാക്കണം. ഏത് സമയത്തും ഫോണിൽ ലഭ്യമായിരിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി അവശ്യഘട്ടങ്ങളിൽ എല്ലാ വകുപ്പ് ജീവനക്കാരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകളാണ് റോഡ് മാർഗം മാറ്റി തുടങ്ങിയത്. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നറുകളുടെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറിയിലേക്ക് മാറ്റുന്നത്. നിലവിൽ 9 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര തീരത്തുള്ളത്. തീരദേശ റോഡുകളിലൂടെ വലിപ്പം കൂടിയ കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് നിലവിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. കടൽ മാർഗം ബോട്ട് ഉപയോഗിച്ച് കെട്ടിവലിച്ച് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെയാണ് റോഡ് മാർഗം തന്നെ ഇവ നീക്കം ചെയ്യാൻ നടപടികൾ തുടങ്ങിയത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരമാണ് ലഭിച്ചത്. ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് NABH. അടിസ്ഥാന സൗകര്യ വികസനം, രോഗീ സൗഹൃദം, രോഗീ സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നീ സേവന നിലവാരങ്ങളുടെ വിലയിരുത്തലുകളെ തുടർന്നാണ് NABH ലഭ്യമാകുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു. നിർമ്മാണത്തിന്റെ അപാകത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കാണ് ചോർന്നൊലിക്കുന്നത്. നിലവിൽ കെട്ടിടത്തിന്റെ ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ്. നബാർഡിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ കീഴിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണത്തിലെ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസിൽ പരാതി നൽകിയത്. ജില്ലാ ദിശാംഗവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവുമായ മുത്താരരാജാണ് പരാതി നൽകിയത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മാവേലിക്കര MLA യുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാനും മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മഴ പെയ്തപ്പോൾ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കെട്ടിടത്തിലേക്ക് എത്തുന്ന രോഗികൾക്ക് കുട ചൂടിയല്ലാതെ അതിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു അഴിമതിയാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. മാസങ്ങൾക്ക് മുമ്പാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. നിലവാരമില്ലാത്ത നിർമ്മാണ രീതിയാണ് പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതെന്ന് ആക്ഷേപമുണ്ട്. നിലവാരമില്ലാത്ത വസ്തുക്കളാണ് കൂടുതലായും നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. പദ്ധതി നടത്തിപ്പിലെ സാധ്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയതോടെ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയും അപകടത്തിലായിരിക്കുകയാണ്. ഉപയോഗിച്ച ഫണ്ടുകളുടെ ഓഡിറ്റ്, നിർമ്മാണ ഗുണനിലവാരം വിലയിരുത്തൽ എന്നിവയിൽ ഉൾപ്പെടെ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ചാണ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. മൺട്രോത്തുരുത്ത് എസ് വളവിലുണ്ടായ ശക്തമായ കാറ്റിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിക്കട തകർന്നു. കാറ്റിൽ പെട്ടിക്കട കായലിൽ പതിക്കുകയായിരുന്നു. പേഴുത്തുരുത്ത് സ്വദേശി സുജയുടെ ഉടമസ്ഥതയിലുള്ള കടയാണ് കായലിൽ പതിച്ചത്.
മൺട്രോത്തുരുത്ത് എസ് വളവിലാണ് ശക്തമായ കാറ്റിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിക്കട തകർന്ന് കായലിൽ പതിച്ചത്. പേഴുത്തുരുത്ത് സ്വദേശി സുജയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കട. കടയിലുണ്ടായിരുന്ന സുജ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കനോയിങ് അസോസിയേഷൻ തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ അപകടം ഒഴിവായി. പെട്ടെന്നായിരുന്നു കാറ്റ്. ഒരു 2 മിനിറ്റിന് പെട്ടെന്ന് ഭയങ്കര കാറ്റും ഒരു 5 സെക്കൻഡേ നിന്നുള്ളൂ. അത് അന്നേരത്തേക്ക് ഒരു 5-6 ബൈക്കും 2 കടയും എടുത്ത് അറിഞ്ഞു. ആള് നിന്നാൽ പോലും മറിഞ്ഞ രീതിയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം കരയ്ക്ക് കയറ്റില്ലേ? എല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് കരയ്ക്ക് ആളുണ്ടല്ലോ. ലോട്ടറിയും മൊബൈൽ ഫോണും കടയും ഉൾപ്പെടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. പേഴുന്തുരുത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുജിയുടെയും കുടുംബത്തിന്റെയും ഏക വരുമാനമായിരുന്നു ഇത്. ശക്തമായ കാറ്റിൽ റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും ചരിഞ്ഞു വീണു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശക്തമായ കാറ്റിൽ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം താറുമാറായി. ശക്തമായ കാറ്റിൽ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം താറുമാറായി. തൃപ്പലഴികം ബസേലിയ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം തെക്കുഭാഗത്ത് മരം ഒടിഞ്ഞു വീണു. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പള്ളിമുക്ക് തണ്ണിക്കോട് ഉരിഹരിക്കുന്ന് കശുവണ്ടി ഫാക്ടറിക്ക് സമീപം തേക്കുമരം കടപുഴകി വൈദ്യുതി കമ്പിക്ക് മുകളിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിമുക്ക് കരീപ്ര റോഡിൽ ആഞ്ഞിലിമരം കടപുഴകി റോഡിന് കുറുകെ വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. റേഡിയോ മുക്ക് അമ്പിപ്പൊയ്ക റോഡിൽ ഞാലിയോട് പാൽ സൊസൈറ്റിക്ക് സമീപം മരം വീണ് 7ഓളം വൈദ്യുതി പോസ്റ്റുകൾ ചരിഞ്ഞു. റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മസ്ജിദിൽ മോഷണം. ചവറ ചോല ജീലാനി മസ്ജിദിലാണ് മോഷണം നടന്നത്. 12 ടാപ്പുകളാണ് മോഷ്ടാക്കൾ കവർന്നത്. 12,000 രൂപയുടെ നഷ്ടമുണ്ടായതായി മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പട്ടപ്പകലാണ് ചവറ ചോല ജീലാനി മസ്ജിദിൽ മോഷണം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 11-നും ഉച്ചയ്ക്ക് 12-നും ഇടയിലായിരുന്നു മോഷണം. 12 ടാപ്പുകളാണ് ഇവിടെ നിന്നും കവർന്നത്. ഒരു ടാപ്പിന് 1,200 രൂപ വില വരുമെന്നും 12,000 രൂപയുടെ നഷ്ടമുണ്ടായതായും മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ വാട്ടർ ടാപ്പുകൾ 12 ടാപ്പുകളാണ് നമുക്ക് 11-നും 12-നും ഇടയിലായിട്ട് ഇന്ന് രാവിലെ മോഷണം പോയിരിക്കുകയാണ്. നമുക്കായിട്ട് നമ്മൾ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് ലുഹറിന് മുമ്പായിട്ട് ഇവിടെ നമസ്കാരത്തിന് ആളുകൾ വരുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് അതിന് മുന്നാട്ടുള്ള സമയത്താണ് ഈ മോഷണം പോയിരിക്കുന്നത്. നമുക്കൊരു ടാപ്പിന് 1,150 രൂപ വില വരുന്നതാണ് ജോൺസൻ്റെ ടാപ്പ്. ഇത് പള്ളിയായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ച് അറിയാവുന്നവരാണ് ഇത് ചെയ്തിരിക്കുന്നതിനാണ് സംശയം. കാരണം എന്ന് പറഞ്ഞാൽ മേളത്തെ മെയിൻ വാട്ടറിൻ്റെ കണക്ഷൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്ന് ഈ ടാപ്പ് ഊരിയിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ നമ്മൾ പണി നടക്കുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളത് വലിയ വിഷയമാക്കിയിട്ടില്ല. ഇപ്പോൾ പക്ഷേ നമുക്ക് ഏതാണ്ട് 10-15,000 രൂപ അടുത്ത് ഇപ്പോൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നമസ്കാരത്തിനെത്തിയപ്പോഴാണ് ടാപ്പുകൾ നഷ്ടമായ വിവരം അറിഞ്ഞത്. നമസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധി വരുത്തുന്നതിനായി സ്ഥാപിച്ചിരുന്ന ടാപ്പുകളാണ് മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, ചവറ. വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റുകളും ഗൃഹോപകരണങ്ങളും മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. വെളിനല്ലൂർ, കരിങ്ങന്നൂർ സ്വദേശികളായ ആരോമൽ, ചന്തു, മനോജ്, അഖിൽ എന്നിവരെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് സാഹസികമായി പോലീസ് ഇവരെ പിടികൂടിയത്. പകൽ സമയങ്ങളിൽ സംഘം ചേർന്ന് ചൂണ്ടയിട്ട് മീൻപിടുത്തവും രാത്രികാലങ്ങളിൽ മോഷണവുമാണ് ഇവരുടെ തൊഴിലെന്ന് പോലീസ് പറഞ്ഞു. ഓയൂർ, കരിങ്ങന്നൂർ പ്രദേശങ്ങളിൽ മോഷണം നടത്തിവരവെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കരിങ്ങന്നൂർ താന്നിമൂട് സ്വദേശികളുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. താന്നിമൂട് ഹിൽക്രിസ്റ്റിൽ അജയകുമാറിന്റെ വീടിന്റെ ഓട് പൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ TV, മിക്സി, അലുമിനിയം പാത്രങ്ങൾ എന്നിവ മോഷ്ടിച്ചിരുന്നു. പ്രതികളെക്കുറിച്ച് വീട്ടുകാർ നൽകിയ സൂചനകൾ അനുസരിച്ചാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. മോഷണ വസ്തുക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. പകൽ സമയങ്ങളിൽ ഇത്തിക്കരയാറിന്റെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വിശ്രമിക്കാനെത്തുമെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് മീൻപിടുത്തക്കാരുടെ വേഷത്തിൽ ഇവിടെ എത്തുകയായിരുന്നു. ഇവിടെ ആളുകൾ മീൻ പിടിക്കാൻ എത്തുമായിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് സംശയം തോന്നിയില്ല. ആ തിരമ്പിൽ വിശ്രമിക്കാനെത്തിയ ഇവരെ പോലീസ് സാഹസികമായി ബലപ്രയോഗത്തിലൂടെയാണ് പിടികൂടിയത്. ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗദി അറേബ്യ ദമാം OICC കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. ദമാം OICC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷിബു ജോയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത്.
സൗദി അറേബ്യ ദമാം OICC കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. ദമാം OICC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും പുനലൂർ ഗവൺമെന്റ് പോളി മുൻ ചെയർമാനുമായിരുന്ന ഷിബു ജോയിയുടെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത്. OICC ഗ്ലോബൽ മുൻ സെക്രട്ടറി ചന്ദ്രൻ കല്ലട, സൗദി OICC നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല, സലീം ചാത്തന്നൂർ, സത്താർ കല്ലുവാതുക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധനസഹായം കൈമാറിയത്. തുടർന്ന് പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. CR മഹേഷ് MLA ധനസഹായം കൈമാറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നവമാധ്യമത്തിന്റെ ഒരു വലിയ സ്വാധീനത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ചാവേറിനെ പോലെ ഒരു യുദ്ധമുന്നണിയിലെ പോരാളിയെ പോലെ പ്രവർത്തിച്ച സഹോദരനായിരുന്നു ഷിബു. വളരെ പെട്ടെന്നാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഷിബുവിന്റെ കുടുംബത്തെ സഹായിക്കുക അതൊക്കെ ഞാൻ പറയുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ OICCയുടെ ദമാം ജില്ലാ കമ്മിറ്റിയും അതുപോലെ സമാധാനിക്കുകയും അത് ഇവിടെ എത്തിക്കുകയും ആ കുടുംബത്തിന് കൈമാറുകയും ചെയ്യുക. ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ ഒന്നും നോക്കാതെ എല്ലാവരോടും അടുത്തിടപെടുകയും എല്ലാവരുടെയും കാര്യങ്ങൾക്ക് കൃത്യം ചെയ്ത സഹോദരനാണ് പ്രിയപ്പെട്ട ശ്രീ. ചികിത്സ, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ, 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. KPCC നിർവാഹക സമിതി അംഗം MV ശശികുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. K ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. R രാജേഷ് സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി കല്ലട ഗിരീഷ്, DCC എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് Y ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം S വത്സലകുമാരി, R അരവിന്ദാക്ഷൻ പിള്ള, വിനോദ് വല്യത്ത്, കടപുഴ മാധവൻ, റഷീദ്, ബിനോയ്, VS പിള്ള, V സനാതനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് തുടക്കമായി. കായംകുളം കൃഷ്ണപുരം GVHSലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചത്. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ സാധ്യതയുടെ അറിവ് പകരുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 210 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളാണ് ആരംഭിച്ചത്. കൃഷ്ണപുരം ഗവൺമെന്റ് VHSലാണ് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചത്. അഡ്വക്കേറ്റ് U പ്രതിഭ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 5 മിനിറ്റ് കൊണ്ട് 5 കാര്യങ്ങൾ ഒരാളോട് ചെയ്യാൻ പറഞ്ഞാൽ ആ 100 പേര് 5 കാര്യങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ശേഷിയാണ്. 10 കാര്യം എഴുതി വെക്കാൻ പറഞ്ഞാൽ 10 തരത്തിലായിരിക്കും 10 പേര് എഴുതുന്നത്. 100 പേര് 100 തരത്തിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശയമുണ്ട്, എല്ലാവർക്കും കഴിവുമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപാരമായിട്ട് ഇപ്പം നമ്മൾ സാധാരണ മെന്റലി റിട്ടാർഡ് കുട്ടികളെ കണ്ടു ശേഷിയുള്ള കുട്ടികൾക്ക് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡാണ്. ആ കുട്ടികൾ എല്ലാവർക്കും ടാലൻ്റ് ഉള്ളൊരു കാര്യമാണ്, പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടികൾക്ക് അറിയില്ല. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുഗുണമായ തൊഴിൽ മേഖലകൾ തെരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്താകെ 210 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. 15 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല അധ്യക്ഷത വഹിച്ചു. കൃഷ്ണപുരം VHSC പ്രിൻസിപ്പൽ K വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. ജോബ് റോളുകളുടെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിനു അശോക്, PTA പ്രസിഡന്റ് രാജേന്ദ്രൻ, യഷിജു, ബിന്ദുമോൾ, ഹരികുമാർ, ഷീജമോൾ, ആതിര, CB റെജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളി നഗരസഭാ ശ്മശാനത്തിന് ഒടുവിൽ ശാപമോക്ഷം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. 5 മാസക്കാലമായി പ്രവർത്തനരഹിതമായ കേശവപുരത്തെ ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയായത്. നഗരസഭാ ശ്മശാനത്തിലെ ബർണർ കേടായതിനെ തുടർന്നാണ് പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. ശ്മശാനം പ്രവർത്തിപ്പിക്കാത്തതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നിരുന്നു. വിദഗ്ധ സംഘത്തെ എത്തിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. 5 മാസക്കാലമായി പ്രവർത്തനം നിലച്ചതോടെ മൃതശരീരങ്ങൾ കൊല്ലം കോർപ്പറേഷനിൽ കൊണ്ടുപോയായിരുന്നു സംസ്കരിച്ചിരുന്നത്. കേശവപുരത്തെ ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ ഇനി മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. UDFൽ എൻട്രി വേണമെങ്കിൽ ഈ നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു.
UDF-ൽ എൻട്രി വേണമെങ്കിൽ ഈ നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. അൻവർ നിലപാട് തിരുത്തുകയാണ് വേണ്ടത്. സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ മോശം പരാമർശം ആദ്യം പിൻവലിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് UDF-മായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ ആത്മാർത്ഥമായി അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDF-നോട് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത്? UDF-നോട് UDF സ്ഥാനാർത്ഥിയോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല. ആ നിലപാടുകൾ തിരുത്തണം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് UDF സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒരേ മനസ്സോടെ അംഗീകരിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആര്യാട് സൗഖ്യത്തിനെതിരെ അൻവർ നടത്തിയ മോശമായ പരാമർശം ആദ്യമായി അദ്ദേഹം പിൻവലിക്കണം. ഭീഷണിയും ബ്ലാക്ക്മെയിലിംഗും നടത്തി UDF-ൽ അംഗമാകാമെന്ന് അൻവർ കരുതേണ്ടെന്നും കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സുധീരൻ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സാണ്, ഒരുമിച്ചുള്ള തീരുമാനമാണ്. പിന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് CPM സെക്രട്ടറി അദ്ദേഹം അത് ചേർത്ത് മരപ്പായസം കൊണ്ടേണ്ട ആ തരത്തിലുള്ള ഒരു കാരണമായി മുന്നോട്ട് പോയി. ഇപ്പോൾ തന്നെ പരാജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അവർ കനത്ത പരാജയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് കൃത്യമായിട്ട് അറിയാം. LDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. ഗ്യാസ് കട്ടിംഗ് നടത്തവെയാണ് തീപിടിച്ചത്. ദുരന്ത നിവാരണ പ്രവർത്തനം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ കളക്ടർ N. ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ. മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് മാറ്റുന്നത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു. വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റുകളും ഗൃഹോപകരണങ്ങളും മോഷ്ടിച്ചു. 4 യുവാക്കൾ പിടിയിൽ. വെളിനല്ലൂർ കരിങ്ങന്നൂർ സ്വദേശികളാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.